വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാവരെയും ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ എത്ര പേർക്കൊരു അനുഗ്രഹമായിരുന്നെങ്കിൽ ലൈവ് ചാറ്റിലിടുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. എങ്ങനെയായിരുന്നു ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കൊരു ആയത്? ഓരോ ദിവസവും മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എഴുതിയിടാൻ പറ്റും. അത് ഒത്തിരി പേർക്കൊരു അനുഗ്രഹമാകും. അപ്പോൾ തന്നെ ഞങ്ങൾക്കും അറിയാൻ സാധിക്കും ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റായി മാറുന്നത്. ഏമാൻ, നമ്മൾ വീണ്ടും ഈ ഇയർ ഓഫ് ദി സൂപ്പർ നാച്ചുറൽ അടുത്ത ദിവസത്തിലേക്കാണ് കടക്കുന്നത്. ഈ ഡയറി ലഭിച്ച വ്യക്തികൾക്ക് ഈ ഡയറിയിൽ നോട്ട്സ് കുറിച്ച് എഴുതാം. ഓരോ ദിവസവും കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ നമുക്ക് 1-2 സ്പോൺസേഴ്സ് ഉണ്ട്. ആദ്യമായി ഒരു എലൈറ്റ് സ്പോൺസർ ഉണ്ട്, ദുബായിൽ നിന്ന് ബ്രദർ ഏബ്രഹാം ജോസഫ് ആൻഡ് ഫാമിലി. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യാം. ഇന്ന് ജോവാൻ സൂസൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജോവാൻ, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ തന്നെ ജാനുവരി 15 ജെയ്ഡൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ജെയ്ഡൻ, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ തന്നെ ജാനുവരി 25 ജെൻസിൻ്റെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ജെൻസ്, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ ദിവസങ്ങളിലും ബർത്ത്ഡേ ആഘോഷിച്ചതും ബർത്ത്ഡേ ആഘോഷിക്കുന്നതും ആയിട്ടുള്ള വ്യക്തികളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവ്, ഈ പുതിയ വർഷത്തിൽ കർത്താവ് അവർ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഫേവർ ആൻഡ് ബ്ലെസ്സിങ്സ് അവർ ഓരോ ദിവസവും കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ആ കുടുംബത്തിലെ സിസ്റ്ററിനുള്ള ആ കഠിനമായ ജയന്റ് സെൽ ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വി റിലീസ് യുവർ ഹീലിംഗ് ടു കം അപ്പോൺ ഹെർ ആൻഡ് റിലീവ് ഹെർ ഓഫ് ഓൾ ഹെർ പെയിൻ. ഫാദർ, കർത്താവ് വലിയൊരു സൗഖ്യത്തെ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഫേവർ ആൻഡ് ബ്ലെസ്സിങ് ഇവർ എഡ്യൂക്കേഷൻ്റെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള വലിയൊരു വളർച്ച ഈ കുടുംബത്തിലുണ്ടാകട്ടെ. In the name of the Father, Son and the Holy Spirit, we bless them, Father. അപ്പോൾ തന്നെ മുംബൈയിൽ നിന്ന് സുനന്ദ സിസ്റ്ററുണ്ട്, ഇന്നത്തെ ഒരു കോ സ്പോൺസറാണ്. ഇന്ന് മകൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, മകന് ജോലിയിൽ പെർമിഷൻ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടെയുള്ള എല്ലാ തടസ്സങ്ങളും അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനുള്ള വാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വി പ്രേ ദാറ്റ് യു വിൽ ബ്രിങ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ടു ഹിസ് ലൈഫ്. ഫാദർ, അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവർക്കും ഒരു ദൈവികാനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സിനെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളും ഇവർ കാണട്ടെ. ഇവർക്ക് വേണ്ടി പ്രോമിസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവർ റിസീവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഡിയർ സ്പോൺസേഴ്സ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആമേൻ. നമുക്ക് വീണ്ടും ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ബൈബിൾ എടുക്കാം, നോട്ട്ബുക്ക് എടുക്കാം, ഡയറി എടുക്കാം. ലെറ്റ്സ് ഗെറ്റ് റെഡി. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിലെ ലാസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. 17th ജാനുവരി 17th സാറ്റർഡേ. വർഷങ്ങൾക്ക് മുമ്പ് ജനുവരി 17 നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം ആരംഭിച്ചത്, 2011. സോ വി ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിഫ്റ്റ്. അപ്പം ഇന്നും എന്തൊക്കെയോ കർത്താവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് റെസ്റ്റ്, വിശ്രമം. എല്ലാവരും ടൈപ്പ് ചെയ്യുക, റെസ്റ്റ്, REST, റെസ്റ്റ്. കമൻറ്റ് സെക്ഷനിലിടാം, ലൈവ് ചാറ്റിലിടാം, അതുപോലെ എഴുതി വെക്കുക, കൊണ്ട് പറയുക, വിശ്രാമം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനം, Matthew 11 and verse number 28. Come to me, all you who are weary and burdened, and I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം, വിശ്രാമം നൽകാം. അതിനുശേഷം ഒരു ഡെക്ലറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊണ്ട് പറഞ്ഞ് പ്രഖ്യാപിക്കേണ്ടത്, ഐ റെസ്റ്റ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. പൂർത്തീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഞാൻ വിശ്രമിക്കുന്നു. ഹിസ് പീസ് റെസ്റ്റോഴ്സ് മൈ സോൾ. അവൻ്റെ സമാധാനം എൻ്റെ പ്രാണനെ വീണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ തണുപ്പിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അവിടെ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾക്കത് ഇന്ന് തന്നെ വായിച്ച് ടിക്ക് ചെയ്യാം. റെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒറ്റ ടോപ്പിക് ചില കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ പ്രധാന കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ പേജിൽ എഴുതുക. കൂടാതെ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ചിന്തകൾ കൂടെ അതിലെഴുതുക. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ആർക്കെങ്കിലുമൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കൂടുന്ന കൂട്ടായ്മകളിലൊക്കെ സംസാരിക്കാം. എന്തിന് കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ചേർന്ന് ഈ പേജ് തുറന്ന് വെച്ച് ഡിസ്കസ് ചെയ്യാം. വാവ്, റെസ്റ്റ് ഈസ് നോട്ട് ഇനാക്ടിവിറ്റി. നമുക്ക് പെട്ടെന്ന് ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പോയി എവിടെയെങ്കിലും ഒന്നും ചെയ്യാതെ കുറച്ച് നേരം ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും മാറ്റിവെച്ച് ചുമ്മാ ഇരിക്കട്ടെ എന്നല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇവിടെ പറയുന്ന റെസ്റ്റ് അതല്ല. യേശു പറയുന്ന റെസ്റ്റ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം അല്ലെങ്കിൽ വിശ്രമം നൽകാം എന്ന് പറയുമ്പോൾ ഇനി മുതൽ ഒരു ജോലിയും ചെയ്യാതെ റിട്ടയർമെൻ്റ് എടുത്ത് ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം, ചുമ്മാ ഇരുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശമല്ല ഇതിനകത്തുള്ളത്. റെസ്റ്റ് ഈസ് ട്രസ്റ്റിംഗ് ഗോഡ് ഇനഫ് ടു സ്റ്റോപ്പ് സ്ട്രൈവിങ്. ഇത്രയേ ഉള്ളൂ. കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ ഒരു പരാക്രമമുണ്ടല്ലോ, ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാനും എന്തൊക്കെയോ നേടാനും എന്തൊക്കെയോ ചെയ്ത് തീർക്കാനും വേണ്ടിയുള്ള കഠിനാധ്വാനവും പ്രയത്നവും ക്ലേശവും, ആ പരിപാടി അവസാനിപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം ചെയ്യുന്ന ജോലി രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ചുമ്മാ മാറിയിരിക്കണമെന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. ഫറവോൻ്റെ കീഴിൽ ഇസ്രായേൽ ജനം ഉണ്ടായിരുന്ന 430 വർഷത്തിൽ ഭൂരിഭാഗം സമയം എന്ന് വെച്ചാൽ യോസഫിൻ്റെ കാലം കഴിഞ്ഞുള്ള ആ പീരീഡ്, അതായത് യോസഫിന് അറിയാത്തൊരു ഫറവോൻ അവിടെ വന്നു. അപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ആ കാലത്ത് സംഭവിച്ചത് എന്താണ്? ടാസ്ക് മാസ്റ്റേഴ്സിനെ കൊടുത്തു. എന്ന് വെച്ച് ഇവരെ അടിമവേല ചെയ്യിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ വർക്കിംഗ് അവേഴ്സില്ല, രാത്രിയും പകലും വേണ്ട രീതിയിലുള്ള വേതനമില്ല, വേണ്ട രീതിയിലുള്ള വിശ്രമമില്ല, ഒന്നുമില്ലാതെ അതികഠിനമായി മൃഗങ്ങളെപ്പോലെ യന്ത്രങ്ങളെപ്പോലെ പണിയെടുപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ടാസ്ക് മാസ്റ്റേഴ്സ്, അടിച്ചമർത്തി അടിമവേല ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. ദൈവം അങ്ങനെ ചെയ്യിക്കുന്നവനല്ല. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഗോഡ് ഈസ് നോട്ട് ഫാരോ, ഗോഡ് ഈസ് എ ഫാദർ. ദൈവം ഫറവോനല്ല, ഫാദറാണ്. ദൈവം ഫറവോനല്ല, പിതാവാണ്. സോ ഹീസ് ഇൻവൈറ്റിംഗ് ദം ടു റെസ്റ്റ് ഡീപ്പർ. ഇവിടെ കർത്താവ് ഈ പുറത്തുള്ള ശരീരത്തിൻ്റെ വിശ്രമമല്ല, അതിൻ്റെ അപ്പുറത്തൊരു ഇന്നർ റെസ്റ്റ്, അകത്തുള്ളൊരു വിശ്രമമുണ്ട്. ചില ആളുകൾ കിടന്നുറങ്ങിയാൽ ഉറക്കം വരില്ല, രാത്രിയിൽ ഉറക്കം വരില്ല. അങ്ങനെ ഉറങ്ങാതെ അസ്വസ്ഥമായി ജീവിക്കുന്നൊരു രീതിയുണ്ട്. അതിനെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്. ഒരു അകത്തുള്ള ആന്തരികമായ സ്വസ്ഥത, ആന്തരികമായൊരു വിശ്രാമം എന്ന് വെച്ചാൽ ഭയങ്കരമായ സമാധാനത്തിൽ, പ്രഷറില്ലാതെ, സ്ട്രെസ്സില്ലാതെ, ആൻസൈറ്റി ഇല്ലാതെ, വറിയില്ലാതെ, അകത്ത് നെരിപ്പോട് വയ്ക്കാതെ, അകത്ത് അലകടൽ ഇങ്ങനെ ഇളകിമറിയാതെ സ്വസ്ഥമായ ഒരു ജീവിതം. മാത്യു 11:28 ഒന്നുകൂടി ഒന്ന് നോക്കാം. മത്തായി സുവിശേഷം 11:28 കം ടു മീ ഓൾ യു ഹു ആർ weary and burdened and I will give you rest. അപ്പോൾ കർത്താവ് പലരെയും വിളിക്കുവാണ്. ജീസസ് spoke these words to people crushed by many things. അപ്പോൾ കർത്താവ് ആരെ വിളിക്കുന്നത്? ഭാരങ്ങൾ കൊണ്ടും ക്ഷീണങ്ങൾ കൊണ്ടും ഒക്കെ തകർന്ന് തരിപ്പണമായ ജനങ്ങളോട് പറയുന്നത് വാ വാ വാ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ലോകത്തിൽ ഇതുപോലെ എൻ്റെ അടുക്കൽ വാ, ഞാൻ ആശ്വാസം തരാം എന്ന് പറഞ്ഞ ഒരാളെ ചരിത്രത്തിൽ കാണിച്ചു തരാം? ഒരാളെ കാണിച്ചു തരാം?
ഒത്തിരി മത നേതാക്കന്മാർ നമുക്കുണ്ട്, സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്, മനുഷ്യസ്നേഹികൾ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ ലോകം എമ്പാടുമുള്ള സകല തലമുറകളിലെയും സകലരോടും എൻ്റെ അടുക്കൽ വാ, ആശ്വാസം തരാം. ഇനി അങ്ങനെ ആരെങ്കിലും മനുഷ്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചോടി തീർന്നില്ലേ? ഇതങ്ങനെയല്ല. താൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിട്ട് ഇന്നും താൻ ആ പറഞ്ഞ ഇൻവിറ്റേഷൻ അതുപോലെ തന്നെയുണ്ട്. ഇപ്പോഴും യേശുവിൻ്റെ അടുക്കലേക്ക് ആർക്ക് വേണേലും ഓടി വരാം. ഇങ്ങനെയുള്ള ഒരാളെ കാണിച്ചു തരാമോ എന്നതാണ് എൻ്റെ വെല്ലുവിളി. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കാമോ? പീപ്പിൾ ആർ ക്രഷ്ഡ് ബൈ റിലീജിയസ് പ്രഷർ. പലവിധ മതങ്ങളുടെ ആചാരങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം ഞാനൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ചില ആളുകൾ 3 മണിക്ക് എഴുന്നേറ്റ് അവർ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഈ അരവസ്ത്രം മാത്രം ഉടുത്ത് മതകർമ്മങ്ങൾ ചെയ്യുകയാണ്. എനിക്കൊക്കെ അത്ഭുതമാണ്. ഇത്രയും വെളുപ്പിന് ഇത്രയും ഭക്തരാണെന്നുള്ള ഒരു ആദരവാണ് അന്നത്തെ കാലത്ത്. പക്ഷേ അതുപോലെ എന്ന് വെച്ചാൽ തണുത്ത് വിറച്ച് ആ നനഞ്ഞ വസ്ത്രവുമായിട്ട് നടക്കുകയും ഒക്കെ ചെയ്ത് മതപരമായ ആചാരങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഠിനമായ ആചാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ശരീരം, നാവിലൂടെയെല്ലാം വലിയ അസ്ത്രങ്ങൾ പോലുള്ള സാധനങ്ങൾ കുത്തിത്തുളച്ച് ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. അതിൽ തുളയ്ക്കുകയും അത് വലിച്ചെടുക്കുകയും വലിച്ചൂരുകയും ബ്ലഡ് വരികയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മതങ്ങളുടെ ആചാരങ്ങളിലും അനാചാരങ്ങളിലും മനുഷ്യർ ക്ഷീണിച്ച് അധ്വാനിച്ച് തകരുകയാണ്. കർത്താവ് പറയുന്നത്, എൻ്റെ അടുത്ത് വാ, എൻ്റെ അടുക്കലേക്ക് ഞാൻ ആശ്വാസം തരാം. നിങ്ങളിൽ ആരെങ്കിലും അതുപോലെ ഉണ്ടോ? ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെ വിശ്വാസത്തിൽ, മതപരമായ അന്ധവിശ്വാസങ്ങളിൽ കിടന്ന് ക്ലേശിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് 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 ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അടുത്തത്, ഈ ചില ആളുകൾ ഭയങ്കരമായ പലതിൻ്റെയും എങ്ങനെയാണ് പറയുന്നത്, ഹെവി എക്സ്പെക്റ്റേഷൻസ് പലരും നൽകിയിട്ട് എൻഡ്ലെസ് സ്ട്രൈവിങ്. ഒരിക്കലും ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുകയാണ്. ഇപ്പോൾ പത്രോസും കൂട്ടരൊക്കെ മീൻ പിടിക്കാൻ പോയിട്ട് രാത്രി മുഴുവനും ഇപ്പുറത്ത് വീശും അപ്പുറത്ത് വീശും എല്ലായിടത്തും വീശും. ഓരോ പ്രാവശ്യം പ്രതീക്ഷയോടുകൂടി അധ്വാനിച്ച് രാത്രി ഉറങ്ങുന്നില്ല, നൈറ്റ് ഷിഫ്റ്റാണെന്ന് ഓർക്കണം. സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടുന്നുമില്ല. ഇങ്ങനെ വൃഥ അധ്വാനിക്കുന്ന ഒത്തിരി പേരില്ലേ? എത്ര ജോലി ചെയ്തിട്ടും എത്ര ബിസിനസ് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, അവിടെ ഇടാ, വലിക്ക്, ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവനൊക്കെ ഞങ്ങൾ ഇതുപോലെ വലയിട്ടിട്ടൊന്നും കിട്ടിയില്ല, പിന്നെ നീ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തേക്കാം, നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. പക്ഷേ ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്? ഒരായുസിൽ കണ്ടിട്ടില്ലാത്ത, സാധാരണ മീൻപിടുത്തക്കാർ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ക്യാച്ച് ദൈവം കൊടുത്തില്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ഇതാണ് എൻ്റെ അടുക്കൽ വാ വാ വാ, എൻ്റെ അടുക്കൽ വാ. കർത്താവ് ഒരിക്കലും കൂടുതൽ അധ്വാനിക്കുക, അങ്ങനെ പണിയെടുക്കുക, ഇങ്ങനെ പണിയെടുക്കുക, അതല്ല കർത്താവ് പറഞ്ഞത്. വാ, ഐ വിൽ ബ്ലെസ് യു, കം ടു മീ. കർത്താവ് എന്നും നമ്മളെല്ലാവരും വിളിക്കുമോ? വാ. ഈ വിളി കേട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ വന്ന് കർത്താവിൻ്റെ മാറിലോട്ടൊന്ന് ചാരിയാൽ ജീവിതത്തിൽ ഒരിക്കലും ആയുസ്സിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആശ്വാസം കർത്താവിൻ്റെ മാറിൽ നമുക്ക് കിട്ടും. റെസ്റ്റ് ഈസ് ഫൗണ്ട് നോട്ട് ഇൻ എസ്കേപ്പ് ബട്ട് ഇൻ റിലേഷൻഷിപ്പ്. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നിന്നും ജോലിയിൽ നിന്നും ജീവിതത്തിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്നതിലല്ല വിശ്രമം, കർത്താവുമായുള്ള ബന്ധത്തിലാണ്. എൻ്റെ അടുക്കൽ വാ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ സാമീപ്യം പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മളാണെങ്കിൽ ഈ ശല്യങ്ങളെല്ലാം അധ്വാനിക്കുന്നവരും ഭാരം നോക്കുന്നവരൊക്കെ മാറിക്ക് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കണം. ഇപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 1,00,000 പേര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? കർത്താവ് പറയുന്നു, വാ മക്കളെ വാ. എത്ര കോടി മനുഷ്യർ വന്നാലും ആശ്വാസം എൻ്റെ മാറിൽ ഉണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. സോ റെസ്റ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫ്രം ജീസസ്. യേശുവിൽ നിന്നുള്ള ഒരു ക്ഷണമാണ് വിശ്രമം, സ്വസ്ഥത. ഈസ് ആൻ ഇൻവിറ്റേഷൻ. ചോദ്യം ഇതാണ്,
അടുത്തോട്ട് പോവുമോ അകന്ന് നിൽക്കുമോ? യേശുവിൽ നിന്നും അകലും തോറും അസ്വസ്ഥത വർദ്ധിക്കും. യേശുവിനോട് അടുത്ത് വരും തോറും സ്വസ്ഥത വർദ്ധിക്കും. എഴുതി വെക്കുക. യേശുവിൽ നിന്ന് അകന്നു പോകും തോറും അസ്വസ്ഥത വർദ്ധിക്കുമെങ്കിൽ യേശുവിലേക്ക് അടുക്കും തോറും സ്വസ്ഥത വർദ്ധിച്ച് വരും. ഈ ഭൂമിയിലുള്ള എല്ലാ അധ്വാനിക്കുന്നവരെയും ക്ലേശിക്കുന്നവരെയും ജീവിത ക്ലേശം കൊണ്ട് മക്കളെ വളർത്തിയും ഭർത്താവിനെ നോക്കിയും ഭർത്താവിൻ്റെ അമ്മയെ നോക്കിയും അവരെ നോക്കി ഇവരെ നോക്കി ഒക്കെ തകരുന്ന മനുഷ്യ ജീവിതങ്ങൾ, അവർക്കെല്ലാം ആശ്വാസം ഇവിടെ ഉണ്ട്. എൻ്റെ അടുക്കൽ വാ. റെസ്റ്റ് ഈസ് നോട്ട് ഏൺഡ് ബൈ പെർഫോമൻസ്. നമ്മൾ ചെയ്യുന്ന പ്രകടന മികവിലല്ല വിശ്രമം കിട്ടുന്നത്. റെസ്റ്റ് ഈസ് റിസീവ്ഡ് ബൈ കമ്മിങ് ടു ക്രൈസ്റ്റ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ മാത്രം മതി. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റ് ഫ്ലോസ് ഫ്രം ഗ്രേസ്, നോട്ട് എഫേർട്ട്. ഭയങ്കര കഠിനപ്രയത്നത്തിൽ നിന്നല്ല റെസ്റ്റ് വരുന്നത്, പകരം കൃപയിൽ നിന്നാണ്. ഇത് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളിനി ഒരിക്കലും, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ, ഒരു ജോലിയും ചെയ്യണ്ട, ഇനി കൂടുതൽ അധ്വാനിക്കേണ്ട, അതൊന്നുമല്ല എൻ്റെ അർത്ഥം. നമ്മൾ അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തത് കൊണ്ട് ഈ റെസ്റ്റ് കിട്ടണമെന്നില്ല. എന്നാൽ കഠിനമായ ചില സമയത്ത് അധ്വാനിക്കേണ്ടി വരും. ഇപ്പോൾ പൗലോസ് തന്നെ തൻ്റെ മിഷണറി യാത്രകൾ ചെയ്ത പലവട്ടം ഉറക്കിളപ്പ്, ചില സമയത്ത് സമുദ്രത്തിൽ കിടക്കുന്നു, കപ്പൽ ഛേദമുണ്ടാകുന്നു, ഒന്ന് കുറേ 40 അടി 5 വട്ടം കോലുകൊണ്ടുള്ള അടി കൊള്ളുന്നു, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, നാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഇങ്ങനെ വലിയൊരു ലിസ്റ്റാണ് പറയുന്നത്. ഇതൊക്കെ ക്ലേശം എന്ന് പറയുന്ന അധ്വാനമല്ലേ? ആണ്. എന്നാൽ അതെല്ലാം ചെയ്യുമ്പോഴും അകത്തൊരു വലിയ സ്വസ്ഥതയുണ്ട്. ഇതെല്ലാം ആർക്ക് വേണ്ടി ചെയ്യുന്നു? നമുക്ക് വേണ്ടി മുറിവേറ്റ, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു സ്വസ്ഥതയും ആശ്വാസവും സന്തോഷവും അകത്തുണ്ട്. അങ്ങനെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളും കഷ്ടങ്ങളും പുറത്തുണ്ടെങ്കിലും പലതിലും അധ്വാനിക്കേണ്ടി വരും, എന്നാൽ അകത്ത് ഒരു സന്തോഷമുണ്ട്. എന്നാൽ കഠിനമായി അധ്വാനിച്ച് അകത്തും കൂടെ നുറുങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ക്ലേശിക്കുന്നവർ എന്ന് പറയുന്നത്. റെസ്റ്റ് കംസ് ഫ്രം ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത് പൂർത്തിയാക്കിയ പ്രവൃത്തി. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനം പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ടിയിരുന്ന, നമുക്ക് വീഴ്ച വന്ന പല കാര്യങ്ങളും കർത്താവ് ചെയ്ത് പൂർത്തിയാക്കി. അത് ആ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്, അതിൽ നിന്നാണ് ഈ വിശ്രമം വരുന്നത്. നമ്മൾ മതപരമായ അത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാതെ, ഓൾറെഡി പിതാവ് പുത്രനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പ്രസാദിച്ചിരിക്കുന്ന പുത്രനോട് ചേർന്ന് നിന്നാൽ, അവനിൽ വിശ്വസിച്ചാൽ ആ പ്രസാദം നമ്മളിൽ വരും. ചുളുവിലക്ക് കിട്ടുമെന്നർത്ഥം, ഫ്രീ ആയിട്ട് കിട്ടുമെന്നർത്ഥം. കർത്താവ് പറയണം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, വിശ്രമം തരാം. ദാറ്റ് മീൻസ് റെസ്റ്റ് ഈസ് എ ഗിഫ്റ്റ്. ഈ വിശ്രാമം അല്ലെങ്കിൽ സ്വസ്ഥത ദൈവത്തിൻ്റെ ദാനമാണ്, ഫ്രീ ആയിട്ടാണ്. ഒരു ബില്ലും പേ ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് തരിക. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അറ്റ് ദ ക്രോസ് സിൻ വാസ് ഡെൽറ്റ് വിത്ത്. നമ്മുടെ സകല പാപങ്ങളും ക്രൂശിൽ അത് ഡീൽ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പരിപാടി തീർന്നു. നമ്മുടെ സകല പാപങ്ങളുടെയും പ്രശ്നം, പാപത്തിൻ്റെ പരിഹാരം ക്രൂശിൽ വന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഈ വചന വെളിപ്പാടില്ലാതിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തു എന്ന് തോന്നിയാൽ ഞാനത് ഒരാളോട് പറയുകയും അദ്ദേഹം എനിക്ക് അതിൻ്റെ പാപപരിഹാരം വിധിക്കുകയും ചെയ്യുമായിരുന്നു. ചെറുപ്പകാലത്ത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ബൈബിളൊക്കെ പഠിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഞാനുടൻ തന്നെ പോയി ആ പാപപരിഹാരം എന്താണോ അതൊക്കെ അങ്ങ് ചെയ്യും. അപ്പോൾ നമുക്കൊരു തൃപ്തി, എന്തോ ഞാൻ ചെയ്തല്ലോ. പിന്നീട് മനസ്സിലായത്, നമ്മൾ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. മനുഷ്യർക്ക് ആർക്കും പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റുമില്ല. യേശു അത് ഓൾറെഡി 2000 വർഷം മുമ്പ് കാൽവരി ക്രൂസിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ പാപങ്ങൾ ചെയ്യുന്ന ആരോടെങ്കിലും ഏറ്റുപറഞ്ഞ് അയാൾ എനിക്ക് പാപപരിഹാരം പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി യേശു കർത്താവ് എൻ്റെ സകല പാപത്തിനും പരിഹാരം തന്നു കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്നൊരു സ്വസ്ഥതയാണ് അടിസ്ഥാനപരമായ സ്വസ്ഥത. എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി പരിഹരിച്ചു കഴിഞ്ഞു. എല്ലാവരും വിശ്വസിക്കാമോ? അത്
നിങ്ങളോടും കൂടിയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള എണ്ണമില്ലാത്ത സകല പാപങ്ങൾക്കും വേണ്ടി കർത്താവ് ബലിയായി പാപപരിഹാരമായി മാറിക്കഴിഞ്ഞു. ഇനി അതിനു വേണ്ടി മതപരമായ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ഡൺ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇതിൽ ആ ഒറ്റ കാര്യത്തിൽ തന്നെ പിതാവായ ദൈവം നമ്മെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മെ പിതാവ് സ്വീകരിച്ചു. പുത്രനിൽ അവൻ നമ്മെ കൈക്കൊണ്ടു. നാം പുത്രനെ കൈക്കൊണ്ടപ്പോൾ പുത്രനിൽ പിതാവ് നമ്മെ കൈക്കൊണ്ടു. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇനി പീസ് വാസ് പർച്ചേസ്ഡ്. കാൽവരി ക്രൂശിൽ നമുക്കുള്ള സമാധാനത്തെ അവൻ വിലക്ക് വാങ്ങി. ആ സമാധാനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ഇതകത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഭയങ്കരമായ സ്വസ്ഥതയായി. ഇനി നമുക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി കുറേ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് എന്തെങ്കിലും പ്രാർത്ഥനകൾ ഉരുവിട്ടോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തോ ഒക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. അത് മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളാണ്. അത് കറപുരണ്ട തുണിയാണ്. ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെല്ലാൻ പോലും സാധ്യമല്ല. എന്നാൽ അവൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് പൂർത്തിയാക്കി നീതി വസ്ത്രം നമുക്ക് അവൻ ഫ്രീ ആയിട്ട് തന്നു. ആ സ്വസ്ഥതയിൽ ആ ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് ജീവിക്കാൻ കഴിയും. ഇതാണ് കർത്താവ് തരുന്ന ഏറ്റവും പരമപ്രധാനമായ അടിസ്ഥാനപരമായ സ്വസ്ഥത. അപ്പോൾ വി ഡു നോട്ട് സ്ട്രൈവ് ഫോർ റെസ്റ്റ്. അപ്പോൾ വിശ്രമം കിട്ടാൻ, സ്വസ്ഥത കിട്ടാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം, ക്ലേശമൊന്നും വേണ്ട. വി ലിവ് ഫ്രം റെസ്റ്റ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ലാംബ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് നൽകിയ സ്വസ്ഥതയിൽ നിന്നാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ഈ വർഷം ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പ്രവചിക്കുക, സ്വസ്ഥമായി ജീവിക്കുന്ന സമാധാനത്തിൻ്റെ വർഷമാണ് ഈ വർഷം. കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചതുപോലെ ക്ലേശിച്ച് മനം കലങ്ങി തകർന്ന് ജീവിക്കേണ്ട ആവശ്യം ഇല്ല. ആ വചനത്തിൽ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. റെസ്റ്റ് റെസ്റ്റോഴ്സ് ദ സോൾ. ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന വിശ്രാമം അല്ലെങ്കിൽ സ്വസ്ഥത നമ്മുടെ മനസ്സിനെ വീണ്ടെടുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ആദ്യം പറഞ്ഞ പോലെ റെസ്റ്റ് ഡസ് നോട്ട് ഇഗ്നോർ റെസ്പോൺസിബിലിറ്റി. ഈ കർത്താവിൽ നിന്നൊരു സ്വസ്ഥത കിട്ടി, വിശ്രാമം കിട്ടി എന്നതുകൊണ്ട് നമ്മുടെ ചുമതലകളിൽ നിന്നും ഓടി ഒളിക്കരുത്. വിശ്വാസികൾ പ്രത്യേകിച്ച് പിതാവെന്ന നിലയിൽ, മാതാവെന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ ആരൊക്കെയാണോ ആ നിലയിലുള്ള എല്ലാവിധ ചുമതലകളും കർത്തവ്യങ്ങളും നാം ചെയ്തിരിക്കണം. റെസ്റ്റ് റെസ്റ്റോഴ്സ് ദ ഇന്നർ മാൻ. കാരണം ഈ കർത്താവ് നൽകുന്ന വിശ്രാമം റെസ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ആന്തരിക മനുഷ്യനെയാണ്. അങ്ങനെ ഒരു റെസ്റ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇമോഷൻസ് വിൽ ബി സ്റ്റെബിലൈസ്ഡ്. നമ്മുടെ വൈകാരിക മണ്ഡലത്തിനൊരു ഒരു 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 സ്വസ്ഥത വന്നിട്ട് അത് സ്റ്റെബിലൈസ് ചെയ്യും, സ്ഥിരമാകും. അതുപോലെ ഭയങ്കരമായൊരു സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്ത് അതിൽ നിന്നും ഉളവായി പുറത്തേക്ക് വരും. മെനി ആൻസേഴ്സ് കം നോട്ട് വെൻ വി പുഷ് ബട്ട് വെൻ വി റെസ്റ്റ് ഇൻ ഗോഡ്. പലപ്പോഴും നമുക്കുള്ള പലതിൻ്റെയും ഉത്തരം വരുന്നത് നമ്മൾ ഭയങ്കരമായി കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോഴല്ല, പിന്നെ ദൈവത്തിൽ നമ്മൾ ദൈവം കരുതിക്കോളും. അബ്രഹാം അങ്ങനെ ദൈവം കരുതി, മോനെ തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ യാഗത്തുള്ള മൃഗം അവിടെ പപ്പ പറ. പക്ഷെ പപ്പ പറയുക ദൈവം കരുതിക്കോളും. ജെഹോവ ജാറ, യഹോവ യായിറേ. അബ്രഹാം പറയോ അത് സംഭവിച്ചില്ലേ? എവിടെന്നെങ്കിലും ആടിനെ തേടി പോകേണ്ടി വന്നു, അത് കരുതി, ദൈവം കരുതി. അപ്പോൾ റെസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വിശ്രമത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ഹീ വിൽ ഡു ഇറ്റ്, ഹീ വിൽ വർക്ക്. ഗോഡ് ഈസ് വർക്കിംഗ് ഈവൻ വെൻ വി പോസ്. നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോഴും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് ആ രീതിയിലൊന്നുമില്ല. എൻ്റെ പിതാവ് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ദൈവം. ദൈവം ഒരിക്കലും വിശ്രമിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം
ജോലി ചെയ്ത് പണിയെടുത്ത് അയ്യോ ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 7-ാം ദിവസം സൃഷ്ടിപ്പിന് ശേഷം കർത്താവ് തളർന്ന് കിടന്നുറങ്ങി. നോ, അവിടെ വിശ്രമിച്ചു എന്ന് പറയാൻ കാരണം വർക്ക് ഫിനിഷ് ആയതുകൊണ്ടാണ്. വർക്ക് ഫിനിഷ് ആയതുകൊണ്ട് അന്ന് സൃഷ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിലാണ് നമ്മൾ വിശ്രമിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് റീചാർജിങ് എ റീചാർജബിൾ ബാറ്ററി. ചില ബാറ്ററികൾ കണ്ടില്ലേ, റീചാർജബിളാണ്. അത് അതിൻ്റെ ഉള്ളിൽ ആ സ്ലോട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ചാർജ് വീണ്ടും കയറും. ഇതിലൊക്കെ റീചാർജബിൾ ബാറ്ററികൾ നമ്മുടെ മൊബൈലിലുള്ളത്. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവിൽ നമ്മുടെ ഉള്ളം വിശ്രമിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള സ്പിരിച്വൽ ബാറ്ററി മുഴുവൻ വീണ്ടും അതിൻ്റെ സെല്ലുകളിൽ മുഴുവൻ ശക്തി വന്ന് നിറയുകയാണ്. ഇത് ക്രിസ്തുവിൽ വിശ്രമിച്ചാൽ മാത്രമേ കിട്ടൂ. അകം വിശ്രമിച്ചാൽ. പുറത്തുള്ള ജോലിയെക്കുറിച്ചോ ഷിഫ്റ്റിനെക്കുറിച്ചോ ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നതിനെക്കുറിച്ചോ ഓവർ ടൈം ചെയ്യുന്നതിനെക്കുറിച്ചോ ചെയ്യാതിരിക്കുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. അകത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥത, അതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. അതല്ലാതെ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഭയങ്കര കാഠിന്യമുള്ളതായതുകൊണ്ട് വേറൊരു ജോലി, വല്ല സർക്കാർ ജോലി കിട്ടിയിരുന്നെങ്കിലും ഒന്നും ചെയ്യാതെ ഒപ്പിട്ടിട്ടിരിക്കായിരുന്നു, അങ്ങനത്തെ പരിപാടിയല്ല ഈ പറയുന്നത്. സർക്കാർ ജോലി ചെയ്യുന്നവർ കൂടുതൽ അധ്വാനിക്കണം, കാരണം ഗവൺമെൻറ്റിൻ്റെ സെർവൻ്റാണ്. അതല്ലാതെ ഒപ്പിട്ടിട്ട് പോരുന്ന പരിപാടി പാടില്ല. കൃത്യമായി സാധാരണ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിശ്വാസി വർക്ക് ചെയ്തിരിക്കണം. പ്രാർത്ഥിക്കട്ടെ, കൈനീട്ട്. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓഫർ ചെയ്യുന്ന റെസ്റ്റ് ഇപ്പോൾ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വന്ന് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. താങ്ക് യു ലോർഡ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എവിടെയൊക്കെയോ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്. അതുപോലെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വലിയ സൗഖ്യം കർത്താവ് നൽകുകയാണ്. ഇൻ ജീസസ് നെയിം. ഈ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ എന്തോ പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കാൽമുട്ടുകളിൽ സൗഖ്യം, ജോയിൻറ്റുകളിൽ സൗഖ്യമുണ്ടാകട്ടെ. ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. ഹെമറേജ് നിൽക്കട്ടെ. ഇന്ന് അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. കൈനീട്ടി പിടിക്കുമ്പോൾ കർത്താവെ, ഞാനീ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയത്തിലാണ് ഇവർ ഭാരപ്പെടുന്നതിൽ ഒരു വലിയ വിടുതലുണ്ടാകട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളത്തെ സൺഡേ സർവീസിൽ വരാൻ മറക്കരുത്. നിങ്ങൾ അടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ പോവുക. അതുപോലെ തിങ്കളാഴ്ച രാവിലെ നമുക്ക് വീണ്ടും ഡിവോഷണൽ ഡയറിയുമായി മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.